യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിൻ്റെയും ഗുണ്ടകൾ കരുതി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിച്ചതിന് ശേഷം അവരുടെ കഴുത്തിനും കൈക്കുമൊക്കെ പരിക്കേൽപ്പിച്ചതിന് ശേഷം അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന്, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇതൊക്കെ കണ്ടിട്ട് തിരഞ്ഞെടുപ്പായതുകൊണ്ട് മിണ്ടാതെ ഇരിക്കുമെന്ന്. പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. കൂടെയുള്ള ഒരുവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, കൂടെയുള്ള ഒരു സഖാവിൻ്റെ പുറത്ത് ഒരു തരി മണ്ണ് മറ്റൊരു പ്രസ്ഥാനത്തിലുള്ളവൻ വാരിയിട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുകയും അവർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി നിരത്തിറങ്ങുകയും ചെയ്യുന്ന ചങ്കൂറ്റമുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് ഒരുപക്ഷെ യൂത്തന്മാരും കെ എസ് യുക്കാരും അതിൻ്റെ ചൂട് തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു കടന്നുപോയത് എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നൊരു ദൃശ്യം നിങ്ങളെ കാണിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പൊതുനിരത്തിൽ വച്ച് ഉപദ്രവിച്ചതിന് ശേഷം കണ്ണൂരിലെ DCC ഓഫീസിൽ ശക്തമായ പ്രതിഷേധമാണ് ഇടതുപക്ഷത്തെ ചുണക്കുട്ടികൾ കാഴ്ചവെച്ചത്. പ്രതിഷേധിക്കുന്നത് നല്ലത് തന്നെയാണ്. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാകണം. അല്ലാതെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളുടെ ഒത്താശയോടുകൂടി മാധ്യമ PR ക്യാമറകൾക്ക് മുമ്പിൽ ഷോ കാണിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർ കാണിച്ച ഈ തെമ്മാടിത്തരത്തിന് ഇതുതന്നെയാണ് മറുപടി. അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന കൊടുക്കാം. പ്രതിഷേധിക്കൂ, നിങ്ങൾ പ്രതിഷേധിക്കേണ്ട എന്ന് ആരും പറയുന്നില്ല. എന്തിനാണ് അവരുടെ ശരീരത്തിൽ തൊട്ട് ഉപദ്രവിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം നിങ്ങൾ സാധ്യമാക്കിയത്? അതുമാത്രമാണോ? കൃത്യമായി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ഒത്താശയോടുകൂടി ഒളിഞ്ഞിരുന്ന റെയിൽവേ സ്റ്റേഷനുള്ളിൽ കയറി ഇത്തരം ഒരു അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഗുണ്ടാ മനോഭാവം എത്രത്തോളം ഉണ്ടെന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മനസ്സിലായിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ കരുതിയിട്ടുണ്ടാകും ഇതുകൊണ്ട് തീർന്നു എന്ന്. എന്നാൽ അങ്ങനെയല്ല. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഖാവിനെ തൊട്ടു എന്നറിഞ്ഞാൽ കൃത്യമായി അവർക്ക് പ്രതിരോധമായി മാറുന്ന ശക്തമായ ഒരു സംവിധാനമാണ് ഇടതുപക്ഷത്തിൻ്റേത്. ആരെയും ഉപദ്രവിക്കണമെന്നോ ആരെയും വളഞ്ഞിട്ടടിക്കണമെന്നോ എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ നിരപരാധിയായ ഒരു ആരോഗ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു തെമ്മാടിത്തരം കാട്ടിയ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർക്കെതിരെ ഏറ്റവും നല്ലൊരു മറുപടി തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ സഖാക്കൾ DCC ഓഫീസിന് നേരെ കൃത്യമായ പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് വച്ചത്. ഇനി യൂത്തന്മാരായ ഗുണ്ടകളും കെ എസ് യുവിൻ്റെ കുട്ടി ഗുണ്ടകളും ഒന്ന് ഭയക്കും. കാരണം ഇടതുപക്ഷം നിരത്തിലിറങ്ങിയിട്ടുണ്ട്. തങ്ങളുടെ സഖാക്കന്മാരെ ആരാണോ തൊട്ടു നോവിക്കുന്നത് അവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി.